വരാനിരിക്കുന്ന മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിക്ക് ജലജയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നയനയോട്. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയിരുത്തിയ, അല്ലെങ്കിൽ എൻ്റെ മോനിപ്പം ആ കാശുകാരെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചേനെ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അഭി പറയാണ്, അതേ അമ്മേ, ഒരു തരത്തിലും അവളെ തകർക്കാൻ പറ്റുന്നില്ല. അവളാണെങ്കിലോ മുത്തച്ഛനിപ്പം കമ്പനിയിലെ ഡിസൈനർ ഹെഡായിട്ട് നിയമിച്ചിരിക്കുക. അവളുടെ കീഴിൽ വേണം ഞാൻ ഇനി ജോലി ചെയ്യാൻ. ഇതിലും പേരെ അങ്ങ് പോയി ചാവുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ജലജയോട് പറയാണ്. അതിനുള്ള പണിയൊക്കെ ഞാൻ അവക്കിട്ട് കൊടുത്തോളാം എന്ന് ജലജയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വീട് നിറച്ചും CCTV ആണ് കേട്ടോ. ഓരോരുത്തർ ബെഡ്റൂം അല്ലാതെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ CCTV വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്റ്റെയറിൻ്റെ അവിടെ ജലജ നോക്കുകയാണ്. CCTVയുടെ നോട്ടം എത്താത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയ സ്റ്റെയറിൻ്റെ സ്ഥലമൊന്നും നോട്ടം എത്താത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ജലജ പ്ലാൻ ചെയ്യാണ്. എന്തായാലും രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് അടുക്കളയിലേക്ക് കയറും, പൂജാമുറിലേക്കൊക്കെ കയറും. ആ സമയത്ത് അവളെ എങ്ങനെയും അവിടുന്ന് താഴെ ഇടണം. താഴെ വീണ് കുറച്ച് ദിവസം നടുവൊടിഞ്ഞവളെ കിടക്കട്ടെ. കമ്പനിയിലേക്ക് അവൾ പോകാൻ പാടില്ല, എൻ്റെ മോന് അവളുടെ കീഴിലാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജലജ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജലജ കുറച്ച് എണ്ണ കയ്യിലെടുക്കാൻ കേട്ടോ. എണ്ണ കയ്യിലെടുത്തിട്ട് വെളുപ്പിനെ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എണീച്ചിട്ട് ആ സ്റ്റെയറിൻ്റെ അവിടെ ഇങ്ങനെ ഒഴിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആരും കാണാതെ ആ എണ്ണ കൊണ്ട് തിരികെ വെച്ചിട്ട് ജലജ പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ നയന രാവിലെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ആ സ്റ്റെയറിൽ കൂടെ നടന്നു വരികയാണ്. അങ്ങനെ നയന ആ സ്റ്റെയറിൽ നിന്നും ആ എണ്ണയിൽ തെറ്റി താഴെ വീഴുന്നുണ്ട് കേട്ടോ. ഉരുണ്ടുരുണ്ട് താഴെ വന്ന് വീണ് നെറ്റിയിടിച്ച് നയനയ്ക്ക് ബോധം പോകുന്നുണ്ട്. അപ്പോൾ നയനയുടെ കാർച്ച കേട്ടിട്ട് വീട്ടിലുള്ള എല്ലാവരും ഉണരുന്നുണ്ട്. അതിനെ ആദർശ് നയനാന്ന് വിളിച്ചുകൊണ്ട് ഓടി ഇറങ്ങി വരികയാണ്. താഴെ ഇങ്ങനെ ബോധമില്ലാതെ നയനെ കണ്ടിട്ട് ആദർശ് നയന എന്ന് വിളിച്ച് ഉറക്കെ കാറുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സ്റ്റെയറിലേക്ക് നോക്കുമ്പം എണ്ണയും ആദർശ് കാണുന്നുണ്ട്. ആദർശ് പെട്ടെന്ന് പതിയെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരികയാണ്. അങ്ങനെ നയനയെ പിടിച്ച് പൊക്കി മടിയിലെടുത്തിട്ട് നയന എന്ന് പറഞ്ഞാൽ കുലുക്കി വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ നയനയ്ക്ക് യാതൊരു കുലുക്കോ ഇല്ല കേട്ടോ. അങ്ങനെ നയനയ്ക്ക് ബോധമൊന്നും വരുന്നില്ല. ഈ സൗണ്ട് കേട്ടുണ്ട് മുത്തശ്ശനും എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. മുകളത്തെ നിലയിൽ തന്നെയാണല്ലോ ദേവേനയുടെ മുറി. അങ്ങനെ ദേവേനെ താഴേക്ക് ഇറങ്ങി വരുമ്പം അമ്മേ പതിയെ പറഞ്ഞേ അവിടെ എണ്ണ കിടപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവരും സൂക്ഷ്മതയോടെ എല്ലാവരും ഇറങ്ങി വരികയാണ്. അങ്ങനെ മുത്തശ്ശിയൊക്കെ വരുന്ന കൂടെ തന്നെ ജലജയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിച്ച് എല്ലാവരും ഓടി വരികയാണ്. അറിയില്ലമ്മേ, അവൾ രാവിലെ കുളിച്ചിട്ട് പൂജാമുറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്നതാ. അവളുടെ ബഹളം കേട്ട ഞാൻ ഉണർന്നത്. നോക്കിയപ്പോൾ ഇതാ പടിക്കലിൽ നിറയെ എണ്ണയാ. അവൾ തെറ്റി അതിന് താഴെ വീണതാ. അതാ ബോധമില്ലെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ് വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാന്ന് പറയാണ്. അങ്ങനെ ആദർശ് നയനെ പൊക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ജാനകി ആണേൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ജാനകി പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ജയനും കൂടെ പോകാനിട്ടോ. അങ്ങനെ അനി പറയണ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അനിയും കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി ഹോസ്പിറ്റലിലേക്ക് നയനെയും കൊണ്ട് പോകുമ്പോഴേക്കും ദേവേനി മാത്രം അവിടെ മൈൻഡ് പോലും ചെയ്യാൻ നിൽക്കുകയാണ്. മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ? നിന്റെ മോളാണ് ഇപ്പോൾ പടിക്കെട്ടി നീ വീണമെങ്കിൽ നീ പോവില്ലായിരുന്നു ചോദിക്കുമ്പം ദേവയാനി അതിനിപ്പം ജാനകി ആദ്യം തന്നെ പറഞ്ഞില്ലേ പോവാന്ന്, പിന്നെ ഞാനങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പം ഇവിടെ ഇഷ്ടംപോലെ വണ്ടിക്കകത്ത് സ്ഥലവും ഉണ്ട്, നിനക്ക് സുഖമായിട്ട് പോകാനല്ലോ. പക്ഷേ നീ മിണ്ടാകുന്നുണ്ടാ ജാനകി പൊക്കോളാന്ന് പറഞ്ഞത്. നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണെന്നോ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാണ്. അപ്പോഴേക്കും ജലജ വന്നിട്ട് പറയാണ്, അല്ല ഇടത്തി അവിടെ ആരായിരിക്കും എണ്ണ ഒഴിച്ചത്? അപ്പം ദേവനി പറയാണ്, അറിയില്ല, അവൾ എണ്ണ തേച്ച് കുളിക്കാറുള്ളതല്ലേ, ചിലപ്പോൾ എണ്ണയും കൊണ്ട് അവൾ തന്നെ ആയിരിക്കും കുളിക്കാൻ മേളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ വല്ലവരുടെ കയ്യിൽ നിന്ന് താഴെ പോയതായിരിക്കും, അവൾ അറിഞ്ഞു കാണുകയല്ല അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് പറയാണ്, കണ്ടില്ലേ ആദർശമുള്ള പൊക്കി എടുത്തുകൊണ്ട് പോയത്, എന്തൊരു വെപ്രാളമായിരുന്നു അവനും കൂടെ കരയല്ലായിരുന്നു ചോദിക്കുകയാണ്. എങ്കിലും ഏട്ടത്തി പോകാൻ നന്നായി, ഏട്ടത്തി കൂടെ പോയിരുന്നെങ്കിൽ എല്ലാവർക്കും തോന്നിയേനെ ഏട്ടത്തിക്ക് അവൾ ഭയങ്കര സിമ്പതിയാണെന്ന്. ഇതെന്തായാലും നന്നായെന്ന് ജലജ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഏട്ടത്തി അവൾ കുറച്ച് നാൾ കിടന്നെങ്കിൽ കുറച്ച് കൊള്ളാമായിരുന്നു. അപ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, അങ്ങനെ കിടന്ന ഈ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യുന്ന നീ പറഞ്ഞത്? മീനാക്ഷി കൊണ്ട് മാത്രം കൂടില്ല. അത് മാത്രമല്ല അവളുടെ ഫുഡിനൊക്കെ ഭയങ്കര രുചിയാണെന്ന് നീയും പറയുന്നുണ്ടല്ലോ. അതൊക്കെ മിസ്സാവില്ലേ? കുറേ പണി അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതല്ലാതെ അവളെ സുഖമായിട്ട് കയറി കിടക്കാനാണോ നോക്കണ്ടേ? അപ്പോഴേക്കും ജലജ മനസ്സിൽ കരുതാണ്, ഈ തള്ളയുടെ ഒരു കുശുമ്പ്, ഞാൻ എന്താ വിചാരിക്കുന്നത്, ഈ തള്ള എന്താ വിചാരിക്കുന്നത്? അങ്ങനെ കാണാം അവൾ കിടന്നിരുന്നെങ്കിൽ അവൾ കമ്പനിയിലേക്ക് പോവില്ല, എൻ്റെ മോനുള്ളൊരു ശല്യവും ആകില്ല എന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. ദേവേനി പറയാണ്, നാശം പിടിച്ചത് എങ്ങനെയെങ്കിലും കയറി വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ നമ്മളും കൂടി ചെയ്യേണ്ടി വരും എന്നിങ്ങനെ ദേവേനി പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ആദർശാണെങ്കിൽ സ്ട്രക്ചർ ഒന്നും എടുക്കാതെ അവളെ കയ്യിൽ കോരിക്കൊണ്ട് ഓടുകയാണ്. എമർജൻസിയിലേക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പം അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്നിട്ട് അവർ തലയിലെ സ്കാനും എക്സ്റേയും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കൈയും കാലും ഒക്കെ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദർശാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ കരയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ജാനകി എന്നിട്ട് പറയാണ്, മോൻ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, അവളൊന്ന് വീണപ്പോഴല്ലേ നിന്റെ ചങ്കിലെ പിടപ്പ് ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്, കാരണം
പടിക്കെട്ടിന് മുകളിൽ നിന്ന് അവൾ വീണിരിക്കുന്നത്. എങ്ങനെയാലും ഉരുണ്ടുകൊണ്ടായിരിക്കും താഴെ വീണത്. നെറ്റി ഇടിച്ചിട്ടുണ്ട്. തലയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ, കൈയും കാലിനൊക്കെ എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് പേടിയെന്ന് പറയുമ്പം അനി പറയാണ്, ഏട്ടൻ വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. ജയന് പറയുന്നുണ്ട്, അതേടാ അവള് ദൈവഭക്തിയുള്ള കുട്ടിയാണ്, അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്കാനും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദർശിന് സമാധാനം ഇല്ലാതെ പുറത്തിങ്ങനെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഡോക്ടർ വന്നിട്ട് പറയാണ്, ആദർശേ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴേക്കും, അയ്യോ എന്താ ഡോക്ടർ എന്താണെന്ന് ചോദിക്കുകയാണ്. തലയിൽ സ്കാനൊക്കെ ചെയ്തു ഞങ്ങൾ, പക്ഷേ അവൾക്ക് അങ്ങനെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൈക്കും കാലിനും ഒക്കെ നന്നായിട്ട് ചതവൊക്കെ പറ്റിയിട്ടുണ്ട്, എന്തായാലും ഒന്നും ഒടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നാളുകൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ നെറ്റിയിലെ പൊട്ടൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മാറുള്ളൂ എന്ന് പറയാണ്. ഓ സമാധാനമായി, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയാണ്, ഒരാഴ്ച ഇവിടെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും, അതുകൊണ്ട് വാക്കിംഗ് സ്റ്റിച്ച് കൊടുക്കാം, കാലിന് നന്നായിട്ട് അടിയേറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ നയനെ കാണാൻ വേണ്ടി ആദർശിനെ അനുവദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് അകത്തേക്ക് കയറിപ്പോയിട്ട് നയനയുടെ കയ്യിൽ പിടിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശ് ചേട്ടാ, ഡോക്ടർ പറഞ്ഞില്ലേ, എനിക്ക് സ്കാനും എക്സ്റേ ഒക്കെ എടുത്തിട്ടും ഒരു പ്രശ്നമില്ല, കാലിന് മാത്രം നല്ല ഉളുക്ക് പറ്റിയിട്ടുണ്ട്, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയുകയാണ്. എങ്കിലും ശ്രദ്ധിക്കണ്ടായിരുന്നു നയന, രാവിലെ എണ്ണയിൽ എങ്ങനെ തെറ്റി വീണേ, അവിടെ ആരെ എണ്ണ കൊണ്ട് ഒഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം, അറിയില്ല ആദർശ് ചേട്ടാ, ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനല്ല കൊണ്ടുപോയത്, ഞാൻ രാവിലെ എന്നത്തെയും പോലെ കുളിച്ചിട്ട് നേരെ പൂജാമുറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങായിരുന്നു, എണ്ണ കിടക്കുന്നത് ഞാൻ കണ്ടില്ല, മേലിൽ നിന്ന് ഉരുണ്ടുണ്ട താഴേക്ക് വന്നത്, ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ടെന്ന് പറയാണ്, അത് കുറച്ച് ദിവസത്തേന് കാണും, എന്നാലും പെയിൻ കില്ലറൊക്കെ കഴിക്കാമെന്ന് ആദർശ് പറയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പം, അതൊന്നും വേണ്ട, എന്നാലും ഒരാഴ്ച ഇവിടെ കിടന്ന് റെസ്റ്റ് എടുക്കണം എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ നയനനെ വേറൊരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ജാനകിയും ജയനും ഒക്കെ ഒന്ന് നയനെ കാണുന്നു കേട്ടോ. ജാനകി പറയണം, മോള് വീണ്ടും ബോധമില്ലായിരുന്നപ്പം ആദർശിൻ്റെ ഒരു ചങ്കിലെ പിഴപ്പെന്ന് കാണേണ്ട തന്നെയായിരുന്നു, ആദർശ് മോളുടെ കൂടെ കിടന്ന് കരയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനൊന്ന് ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് ആദർശിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ നയനെ ഇങ്ങനെ കള്ളനോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ ജയന് അപ്പോഴേക്കും മുത്തശ്ശനൊക്കെ ജയനെ വിളിക്കുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അച്ഛ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നയനയ്ക്ക് ശരീരമൊക്കെ ഇടിച്ച് വീണുകൊണ്ട് നല്ല വേദനയുണ്ട്, തലയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടലും ഉണ്ടല്ലോ, അത് സാരവാക്കാനൊന്നും ഇല്ല, തലയ്ക്ക് സ്കാനും എക്സ്റേ ഒക്കെ എടുത്തു, കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇടത്തേക്കാലൊന്ന് ചെറുതായിട്ട് ഉളുക്കിയിട്ടുണ്ട്, അതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളില്ലാന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ഹാവോ സമാധാനമായി, ഈശ്വരൻ കാത്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ കട്ടാക്കിയിട്ട് പറയാണ്, നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കാലിനൊരു ഉളുക്കുണ്ട്, ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണ് പറഞ്ഞത്, പിന്നെ തലയ്ക്കൊരു പൊട്ടലും ഉണ്ട്, എക്സ്റേയിലും സ്കാനിങ്ങിലും വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ജലജിക്ക് ആപ്പാടെ ദേഷ്യം വരാൻ കേട്ടോ. ഇത്രയും പഠിക്കേണ്ട മോളിൽ നിന്ന് വീണിട്ടും അവൾക്കൊരു പ്രശ്നമില്ലല്ലോ, നാശം എന്ന് മനസ്സിൽ കരുതുകയാണ്. ദേവയാനിയാണെങ്കിൽ ഒരാഴ്ച ഇവിടെ റെസ്റ്റ് എടുക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ ഇങ്ങനെ ജാനകിയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് നയനയ്ക്ക് ഇങ്ങനെ കൂട്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ ആദർശേട്ടൻ ഓഫീസിലേക്ക് പോകണ്ടേ, ആദർശേട്ടൻ പോക്കോ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, നഴ്സുമാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം, അതൊന്നും വേണ്ട, എന്തായാലും ഒരാഴ്ച ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയുമ്പോൾ, ഒരാഴ്ചയോ കമ്പനിയിലെ അവസ്ഥ എന്താകും, അഭിയേപ്പിച്ചിട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, അവിടെ അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ട്, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനനെ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയാണ്, എണീച്ച് നടന്ന് നോക്കുമെന്ന് പറയുമ്പോഴേക്കും നയനെ പറഞ്ഞിട്ട് ശരീരം മുഴുവൻ നല്ല വേദനയുണ്ടെന്ന് പറയാണ്. അങ്ങനെ നയനനെ കയ്യിൽ പിടിച്ച് ആദർശ് ഇങ്ങനെ താഴേക്ക് ഇറക്കി നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും നയനയ്ക്ക് ഒരു കാല് കുത്താനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കും വെച്ചിട്ട് മറ്റേ കയ്യിൽ നയനയുടെ കൈ ഇങ്ങനെ ആദർശം തോളയിട്ടിട്ട് നയനനെ പതിയെ നടത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.